ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമുക്ക് കാണിക്കാൻ പോകുന്നത് ഒരുപാട് എണ്ണയിൽ വറുത്ത് കോരാതെ സ്പെഷ്യൽ മസാലയിൽ നമ്മൾ ഉണ്ടാക്കുന്ന അടിപൊളി ഒരു കൂന്തൽ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പം വീഡിയോ കൂന്തൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാനിന്ന് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കൂന്തൽ കഴുകി ക്ലീനാക്കി നല്ല വെള്ളം മാറുന്നതിന് ശേഷം വേണം നമ്മൾ എടുക്കാൻ. വെള്ളം മാറുന്നൊക്കെ വെച്ചതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് 1 കിലോൻ്റെ അടുത്തുണ്ട് ഈ കൂന്തൽ. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മസാല കൂട്ടുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയിൽ ചെറിയ ജാർ എടുക്കുക. അതൊരു 20ഓളം ചുവന്നുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി തന്നെ എടുക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ആ മസാലയ്ക്ക്. ചുവന്നുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോർമൽ മുളക് പൊടിയല്ല, കാശ്മീരി ചില്ലി കേട്ടോ. അതിന് ശേഷം ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുരുമുളക് വേണം. കുരുമുളക് ഫുള്ളായിട്ടുള്ള തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. 1 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കരുത്, കുരുമുളക് തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമാണ് വേണ്ടത്. അത് 1 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്. നമുക്കതൊരു പേസ്റ്റ് രൂപത്തിലാണ് കിട്ടേണ്ടത്. വെള്ളം ചേർത്താൽ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോവും. അപ്പോൾ 1 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇത് അരച്ച് കൂടുന്ന മസാലയാണത്. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ തിക്കായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണ്ട നമുക്ക് കിട്ടാൻ. ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ അരയണേ. അപ്പോൾ അതിനെ പറഞ്ഞത് 1 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്ത് നിങ്ങൾ എത്ര മസാല എടുക്കാൻ അനുസരിച്ചിട്ട് നോക്കുക. വേണമെന്നനുസരിച്ച് മാത്രം 1 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു, അരയാൻ വേണ്ടിയിട്ട് വെള്ളം മാത്രം, ഒരുപാട് ലൂസ് ആവരുത്. ഇതുപോലെ വേണ്ട നമുക്ക് കിട്ടാൻ. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂന്തലില്ലേ, അതിലേക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ മസാല ഈ കൂന്തലുമ്പോൾ പിടിക്കണമെങ്കിൽ ഇത്രയും തിക്കിൽ അരച്ചെടുക്കണം കേട്ടോ. ഇനി ഞാൻ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മസാല അരക്കില്ലേ, ആ ജാറിൽ അരയ്ക്കുന്ന സമയത്ത് ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുക. പേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ പേസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആകുമ്പോൾ തേച്ച് പിടിപ്പിക്കണം. ഞാനിപ്പോൾ കൂന്തലുമ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മസാല നല്ല കട്ടിയിലാകുമ്പോൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മസാല അധികം ലൂസാക്കരുതെന്ന് പറയണത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ മാത്രം വെക്കുക, അല്ലെങ്കിൽ വെക്കണം നിർബന്ധമില്ല. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മളിവിടെ മസാല പരട്ടി വെച്ച് കൂന്തലിട്ട് കൊടുക്കുക. അപ്പോൾ കൂന്തൽ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളം കറക്റ്റായിട്ട് വാർന്നിട്ടില്ലെങ്കിൽ മേലേക്ക് പൊട്ടിത്തെറിക്കും. അങ്ങനെ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കൂന്തലൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നമ്മളിതാ എല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ മസാല ഒക്കെ നല്ല കറക്റ്റ് അതിലിട്ട് കൊടുക്കണം കേട്ടോ. ആ മസാലയാണ് അതിൻ്റെ ആ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ ആദ്യം ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ, ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ. ആദ്യം ലോയിലിട്ട് പിന്നെ അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഫ്ലെയിം കൂട്ടിയാൽ മതി. ലോയിൽ അല്ലെങ്കിൽ മീഡിയത്തിലിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് വേവിക്കണം. ആദ്യമേ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ മസാല പെട്ടെന്ന് ഡ്രൈ ആയി വരും, കൂന്തൽ ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമ്മളങ്ങനെ വറ്റിച്ചിട്ട് എടുക്കണം, ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിക്കുക. കൂന്തൽ വെന്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കുന്നൊന്നുമില്ല, ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് നിന്നാൽ മതി. ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക. നമ്മൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും. ഇങ്ങനെ ഇളക്കി നിന്നിട്ട് തന്നെ നമ്മളത് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഇങ്ങനെ ഒരു മസാലയിൽ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും പത്തിരി കൂടെ ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കട്ടെ. വേറെ കറി ഒന്നും വേണ്ട, ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ മാത്രം മതി. കാരണം അതിൻ്റെ ആ മസാല മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്ര ചോറ് നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. കറി വേണമെന്നില്ല, അതിൻ്റെ മസാലക്കാണ് അതിൻ്റെ ആ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട് കണ്ടില്ലേ. ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കുമ്പോൾ കുറച്ച് നേരം ഇളക്കി നിൽക്കണം. അപ്പോൾ ഡ്രൈ ആയി വരും കേട്ടോ. നമ്മളിത് ഇളക്കി കൊടുത്ത് നിന്നിട്ട് ഇത് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെയും നല്ല ഡ്രൈ ആവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആ കറിവേപ്പില ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കറിവേപ്പില എത്ര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ കറിവേപ്പില നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് നമ്മൾ കഴിക്കുക തന്നെ വേണം.
ഇപ്പം നമ്മളെ കൂന്തലൊക്കെ നന്നായിട്ട് ഇതൊക്കെ കണ്ടില്ലേ, എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് എണ്ണ ഒന്നും നമ്മൾ അധികം ഒഴിച്ചിട്ടില്ല. അല്ലാതെ നമ്മൾ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു വട്ടയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. കണ്ട കാണുമ്പോഴത്തേന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്യണം കേട്ടോ. റൗണ്ടിലാകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ആ മസാല തന്നെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റാണ്. വെറുതെ നമ്മൾ ഒന്നിൻ്റെ കൂടെയല്ല, വെറുതെ നമ്മൾ ഈ ചിപ്സൊക്കെ കഴിക്കുന്ന പോലെ എടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ. ഒറ്റ ട്രിപ്പിൽ നമ്മൾ എത്ര ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഇരുന്ന് തീരും. വെറുതെ ഇരുന്ന് കഴിക്കാതെ അത്രയ്ക്ക് ടേസ്റ്റാണ്. ആ മസാലയും ആ കൂന്തലൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടെങ്കിലും ഒരു വട്ടം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് പിന്നെ നമ്മൾ കൂന്തൽ വാങ്ങി ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.